നിശാന്ത്, എന്താണ് ചർച്ചയ്ക്ക് ശേഷമുള്ളൊരു നിലപാട്? തീർച്ചയായിട്ടും പതിവ് പോലുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. പക്ഷേ വിഷയത്തിൻ്റെ ഗൗരവവും ഈ ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷവും കണക്കിലെടുത്തുകൊണ്ട് ന്യായമായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 10 ലക്ഷം രൂപ എന്ന് പറയുന്ന അത് വിശ്വാസത്തിലെടുക്കുകയും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ അവരുടെ ഭർത്താവ് ഉൾപ്പെടെയോ അല്ലെങ്കിൽ കുടുംബം ചുമതലപ്പെടുന്നവർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതും വിശ്വാസത്തിലെടുക്കുകയാണ്. പക്ഷേ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ 1 വർഷം തികയാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അജീഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത് ഇന്ന് വൃഥാവിലായിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ജലരേഖയായി മാറുകയാണ്. ഏറെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നാട്ടിൻ പുറത്തു നിന്നാണ് ഈ സഹോദരിയെ വലിച്ചിഴച്ച് വനത്തിൽ കൊണ്ടുപോയി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം കൂടുകയാണ്. പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഒരു ചർച്ച നടന്നു എന്നതിനെ മുഖവിലക്കെടുക്കുന്നു എന്ന് മാത്രം. മൃതശരീരം വെച്ച് ഒരു ആർഗ്യുമെൻ്റ് നടത്താൻ ഞങ്ങൾ ആരും തയ്യാറല്ല. നേരെ മറിച്ച് പതിവ് തുടരുകയാണെങ്കിൽ അതിശക്തമായ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തുടർച്ചയായുള്ള വീഴ്ചകൾ, അതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആളുകളെ പറ്റിക്കൽ, പ്രാവർത്തികമാക്കാതെയുള്ള പറ്റിക്കൽ, അത് അവസാനിപ്പിക്കുന്നവരെ അതിശക്തമായി ഞങ്ങൾ രംഗത്തുണ്ടാകും. ഈ ജനങ്ങളുടെ, ഇവിടുത്തെ ഗ്രാമവാസികളെ അവർക്ക് ധൈര്യം കൊടുക്കാൻ RRT ടീമും കൂട് സ്ഥാപിക്കലും അതല്ലെങ്കിൽ വെടിവെപ്പിലേക്കും കടുവയെ വെടിവെക്കാനും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അതാണ്, പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത്. തൽക്കാലം അവർ ഈ കാര്യം ഇപ്പോഴത്തെ ചർച്ചയിൽ മൃതദേഹം വെച്ച് ഉള്ള ഒരു സമരത്തിന് ഇല്ല. മൃതദേഹം സംസ്കരിക്കട്ടെ, മറ്റ് കാര്യങ്ങൾ നടപ്പാവുന്നില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. രതീഷ്, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്.